السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ചെറിയ പെരുന്നാളായല്ലോ. ചെറിയ പെരുന്നാൾ നിസ്കാരത്തെക്കുറിച്ച് പലരും ഒരു ചെറിയൊരു ക്ലാസ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഒരുപാട് സ്ത്രീകൾക്ക് സംശയമുണ്ട്. തക്ബീറുകൾ മറന്നാൽ എന്താണ് ചെയ്യുക, എത്ര തക്ബീറാണ് ചൊല്ലേണ്ടത്, ഏത് സൂറത്താണ് ഓതേണ്ടത്. കഴിഞ്ഞൊരു വർഷമായല്ലോ പെരുന്നാൾ നിസ്കരിച്ചിട്ട്. അപ്പോൾ പലരും മറന്നുപോയത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പൂർണ്ണമായൊരു രൂപം പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചെറിയ പെരുന്നാൾ നിസ്കാരം അതുപോലെ വലിയ പെരുന്നാൾ നിസ്കാരമൊക്കെ വലിയ മഹത്വമുള്ള സുന്നത്ത് നിസ്കാരമാണ്. സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതിയിലുള്ള നിസ്കാരം എന്നുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് വലിയ പെരുന്നാൾ നിസ്കാരമാണ്, ടോപ്പിലുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ ഈ രണ്ട് നിസ്കാരങ്ങളും നമ്മൾ ഒഴിവാക്കരുത്. ജമാഅത്ത് പ്രത്യേകം സുന്നത്തുള്ള നിസ്കാരമാണ്. സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ വീട്ടിലെ സ്ത്രീകളൊക്കെ ഒരുമിച്ച് കൂടി നിസ്കരിക്കേണ്ടതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ജമാഅത്തായി നിസ്കരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വാങ്കും ഇക്കാമത്തും ഒരിക്കലും കൊടുക്കരുത്. അത് ഇതിന് പ്രത്യേകം സുന്നത്തില്ല. ഇതിന്റെ സമയം എന്നുള്ളത്, ചെറിയ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കേണ്ട സമയം സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹർ വരെയുള്ള സമയമാണ്. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്നുള്ളത് സൂര്യൻ ഉദിച്ചത് മുതൽ ഒരു കുന്തത്തിന്റെ അളവ് ഉയരുന്നത് വരെ, ഒരു കുന്തത്തിന്റെ കതിർ ആകുന്നത് വരെ, അഥവാ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് ആയാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. അതിനുശേഷം ആ സമയമായാൽ ഉടൻ തന്നെ ഉളുവെടുത്ത് ഫ്രഷായി വൃത്തിയായി അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയായതിനു ശേഷം നിയ്യത്ത് ചെയ്യുന്നു. ഉസല്ലി സുന്നത ഈദുൽ ഫിത്ർ റകഅതൈനി മുതവജ്ജിഹന ഇല ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. ചെറിയ പെരുന്നാൾ 2 റക്അത്ത് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബ്ലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ഇമാമിനോട് കൂടെയാണെങ്കിൽ ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. നമ്മൾ ഇമാമായി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. അങ്ങനെ നിയ്യത്ത് ചെയ്തതിന് ശേഷം നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നു. തക്ബീർ നിയ്യത്ത് അറബിയിൽ പറയാൻ പ്രയാസമുള്ളവർക്ക് മലയാളത്തിൽ വെച്ചാൽ മതി. അങ്ങനെ തക്ബീർ കേട്ടുന്നു. തക്ബീർ ചൊല്ലിയതിന് ശേഷം സാധാ നിസ്കാരങ്ങളെ പോലെ തന്നെ വജ്ജഹത്ത് ഓതുന്നു. വജ്ജഹത്തുവിന് ശേഷം 7 പ്രാവശ്യം തക്ബീർ ചൊല്ലുന്നു. അപ്പോൾ വഅന മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ 7 തവണ തക്ബീർ ചൊല്ലുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 7 തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് തസ്ബീഹ് ചൊല്ലുക. അവസാനത്തെ 7ാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ തസ്ബീഹ് ചൊല്ലേണ്ടതില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. 7ാമത്തെ തക്ബീർ കെട്ടിയാൽ അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. ശേഷം 1ാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ ഓതുന്നു. 2ാമത്തെ റക്അത്താകുമ്പോൾ ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഹൽ അതാക സൂറത്ത് ഓതുന്നു, സൂറത്തുൽ ഗാശിയ ഓതുന്നു. ഇതാണ് ഇതിന്റെ നിസ്കാരത്തിന്റെ രൂപം. ബാക്കിയുള്ള റുക്കൂഉം സുജൂദും ഇഅ്തിദാലും അത്തഹിയാത്തും അതിലൊന്നും മാറ്റമില്ല, മറ്റ് നിസ്കാരങ്ങളെ പോലെ തന്നെയാണ്. 2ാമത്തെ റക്അത്തിൽ 1ാമത്തെ റക്അത്തിൽ നമ്മൾ 7 തവണയാണ് തക്ബീർ ചൊല്ലിയത്. തക്ബീറുകളുടെ ഇടയിൽ തസ്ബീഹ് ചൊല്ലി. 2ാമത്തെ റക്അത്തിൽ 5 തവണയാണ് തക്ബീർ ചൊല്ലേണ്ടത്. തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് ചൊല്ലുക. 5ാമത്തെ തക്ബീർ കെട്ടിയതിന് ശേഷം പിന്നീട് ചൊല്ലേണ്ടതില്ല. ഇനി ഒരു സംശയം, തക്ബീർ അഥവാ മറന്നു, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം 7 തക്ബീർ ചൊല്ലുന്നതിന് പകരം വജ്ജഹത്ത് ഓതിയതിന് ശേഷം ഫാത്തിഹ ഓതി, അഥവാ തക്ബീറിന്റെ സ്ഥലത്ത് 7 തക്ബീർ ചൊല്ലുന്ന സ്ഥലത്ത് അറിയാതെ നമ്മൾ ഫാത്തിഹ തുടങ്ങിപ്പോയി, ഓതിപ്പോയി, എന്താ ചെയ്യുക? അല്ലെങ്കിൽ 2ാമത്തെ റക്അത്തിൽ 5 തക്ബീർ ചൊല്ലണമല്ലോ. ആ 5 തക്ബീറിന്റെ മുമ്പ് നമ്മൾ ഫാത്തിഹ ഓതിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരിക്കലും നമ്മൾ തക്ബീറിന് വേണ്ടി മടങ്ങാൻ പാടില്ല. ഫാത്തിഹ ഓതി തുടങ്ങിയാൽ പിന്നെ ഫാത്തിഹ ഓതുക, പിന്നെ ശേഷം അതിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ പാടില്ല. തക്ബീറുകൾ വീണ്ടെടുക്കാൻ പാടില്ല. ആ തക്ബീർ മറന്നത് കാരണം സഹ്വിന്റെ സുജൂദ് ചെയ്യുക, അതും പാടില്ല.
ഇനി ഇമാമിനോട് കൂടെ നിസ്കരിക്കാം. പള്ളിയിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഇമാമിനോട് കൂടെ നിസ്കരിക്കുമ്പോൾ ഇമാമ് തക്ബീർ ചൊല്ലാൻ മറന്നു. ഇമാം തക്ബീർ മറന്നാൽ മഅ്മൂമീങ്ങൾ ഓർമ്മപ്പെടുത്തണോ? സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ടതില്ല. അങ്ങനെ ഓർമ്മപ്പെടുത്തൽ വേണ്ടതില്ല. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 2 ഖുതുബ, ഒന്നാമത്തെ ഖുതുബയും രണ്ടാമത്തെ ഖുതുബ, 2 ഖുതുബകൾ സുന്നത്തുണ്ട്. ജമാഅത്തായി നിസ്കരിക്കുന്നവർക്കാണത് സുന്നത്തുള്ളത്. അത് പുരുഷന്മാർ പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഖുതുബ നിർവഹിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പെരുന്നാൾ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതാണ്. അപ്പോൾ തക്ബീറുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ കുളി സുന്നത്താണ്. വൃത്തിയാക്കലും പുതിയ വസ്ത്രം ധരിക്കലും ഇതൊക്കെ സുന്നത്താണ്. സുഗന്ധം പൂശുക അങ്ങനെയുള്ളതൊക്കെ സുന്നത്താണ്. അപ്പോൾ ആ സുന്നത്തുകളൊക്കെ എടുക്കുമ്പോൾ നെയ്യത്ത് കൂടി ചെയ്യുക. ഇത് സുന്നത്താണ് എന്നൊരു നെയ്യത്ത് മനസ്സിലുണ്ടാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം പെരുന്നാൾ ദിവസം കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതാണ് തക്ബീർ, നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുക. അകന്ന കുടുംബങ്ങളിലൊക്കെ ഒന്ന് പോയി സൗഹൃദം പങ്കിടുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക. അതൊക്കെ വലിയ മഹത്വമുള്ളതാണ്. പിണങ്ങി കഴിയുന്ന ആളുകളൊക്കെ റെഡിയാക്കേണ്ടതാണ്. അതൊക്കെ പൊരുത്തപ്പെട്ട് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്യേണ്ടതാണ് ഈ പെരുന്നാൾ ദിവസം. അതുപോലെ തന്നെ അതിഥികൾ വരുമ്പോൾ നല്ല രൂപത്തിൽ സൽക്കരിക്കുകയും അവർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും അവർക്ക് പൂർണ്ണമായി തൃപ്തിയാകുന്ന രൂപത്തിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം ഏറ്റവും പുണ്യമുള്ളതാണ് പെരുന്നാൾ രാവിലും പെരുന്നാളിൻ്റെ പകലിലൊക്കെ സ്വതക്ക കൊടുക്കൽ, സ്വതക്ക നൽകൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പാവങ്ങളെ പരിഗണിക്കണം, അവർക്ക് വേണ്ടി നന്മകൾ ചെയ്തു കൊടുക്കുക. അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് സ്വതക്ക പറഞ്ഞപ്പോഴാണ് നമ്മുടെ പള്ളിയുടെ ഫണ്ടിലേക്ക് ചോദിച്ചിരുന്നു. കഴിഞ്ഞ മജ്‌ലിസുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് പല ആളുകളും ഇപ്പോഴും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയമാണ് ഗൂഗിൾ പേ ഓപ്പൺ ആകുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അതിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിയാതെ വന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 3 നമ്പറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് സംഭാവനകൾ ചെയ്യുക. ജാരിയായ സ്വതക്കയായി നമ്മുടെ ഖബറിലേക്കൊന്നും എത്തുന്ന സ്വതക്കയാണല്ലോ പള്ളികൾക്കൊക്കെ നൽകുന്നത്. ആ പള്ളിയിൽ നടക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് അല്ലാഹു എത്തിക്കും. ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഈ പെരുന്നാൾ ദിനത്തിൽ വലിയൊരു ഗിഫ്റ്റായിട്ട് അവരുടെ പേരിൽ ഈ പള്ളിക്ക് വേണ്ടി നമ്മൾ സ്വതക്ക ചെയ്യുക. പള്ളിയുടെ നിർമ്മാണ ഫണ്ടിലേക്കാണ്. വലിയ പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർ മാതാപിതാക്കളാകട്ടെ വേറെ ആരെങ്കിലും അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ പള്ളിക്ക് വേണ്ടി ഉദാരമായി സംഭാവന ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഗൂഗിൾ പേ കഴിയാത്തവർ ഈ ബാങ്ക് ഡീറ്റെയിൽസ്, അക്കൗണ്ട് നമ്പറും IFSC ഒക്കെ വെച്ചിട്ട് അയക്കാൻ ശ്രമിക്കുക. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.